നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക സൂചകത്തെക്കുറിച്ചാണ്. ഏർണിംഗ്സ് പെർ ഷെയർ, അല്ലേ? EPS എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്ന്. ഒരു കമ്പനി എത്രത്തോളം ലാഭമുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ളൊരു വഴിയാണിത്. ശരിയല്ലേ? അതെ, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളിതിന് ആശ്രയിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ടെക്സ്റ്റ് ബുക്കിലെ കാപ്ലാന്റെ 14-ാം അധ്യായമാണ്. അപ്പോൾ ഇതിലെ കാര്യങ്ങളാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. ലക്ഷ്യം വളരെ വ്യക്തമാണ്. EPS എന്താണ്, എങ്ങനെയാണ് IAS 33 വെച്ചത് കണക്കാക്കുന്നത്, ഇതിൻ്റെ ഒരു ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്, ഇതൊക്കെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങിയാലോ? എന്തുകൊണ്ടാണ് ഈ EPS, ഈ ഒരു സംഖ്യക്ക് നിക്ഷേപകരും അനലിസ്റ്റുകളുമൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? അതെ, ശരിയാണ്. EPSനെ ഒരു കമ്പനിയുടെ പെർഫോമൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അളവുകോലായിട്ടാണ് പൊതുവെ ആൾക്കാർ കാണുന്നത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നോക്കുന്നവർക്ക് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ, ഈ IAS 33 എന്ന സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതൊരു പൊതുവായ രീതിശാസ്ത്രം തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ വ്യത്യസ്ത കമ്പനികളുടെ EPS താരതമ്യം ചെയ്യാൻ പറ്റും. പിന്നെ ഒരേ കമ്പനിയുടെ തന്നെ പല വർഷങ്ങളിലെ EPS നോക്കി അതിന്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഈ IAS 33 എങ്ങനെയാണ് ഈ താരതമ്യം എളുപ്പമാക്കുന്നത്? എന്താണ് അതിൻ്റെ ഒരു രീതി? ശരി, IAS 33 പ്രധാനമായിട്ടും 3 കാര്യങ്ങളിലാണ് ഒരു വ്യക്തത കൊണ്ടുവരുന്നത്. ഒന്ന്, ഏത് വരുമാനമാണ് EPS കണക്കാക്കാൻ എടുക്കേണ്ടത്, അതായത് ആ ഏർണിംഗ്സ് എന്തായിരിക്കണമെന്ന് കൃത്യമായി പറയും. ഓക്കെ. അത് സാധാരണ ഓഹരി ഉടമകൾക്കുള്ള ലാഭം കണ്ടെത്താനാണ്. 2, ഏത് ഓഹരികളുടെ എണ്ണം വെച്ചാണ് ഈ ലാഭത്തെ ഹരിക്കേണ്ടത്, ആ നമ്പർ ഓഫ് ഷെയർസ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നതിന് ചില നിയമങ്ങളുണ്ട്. അവിടെയാണ് ഈ വെയ്റ്റഡ് ആവറേജ് എന്നൊക്കെ വരുന്നത്. 3, ഈ കിട്ടുന്ന EPS എങ്ങനെ റിപ്പോർട്ടിൽ കാണിക്കണം, വേറെ എന്തൊക്കെ വിവരങ്ങൾ കൂടെ കൊടുക്കണം എന്നതിനും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ഈ പൊതുവായ നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ താരതമ്യം കുറച്ചെങ്കിലും നടക്കുന്നത്. അപ്പം നമുക്ക് ഈ ബേസിക് EPSൽ നിന്ന് തുടങ്ങാം. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് അതെങ്ങനെയാണ് കണക്കാക്കുക? ബേസിക് EPS, അതിന്റെ ഫോർമുല അത് വളരെ സിമ്പിളാണ്. ഏർണിംഗ്സ് ഡിവൈഡഡ് ബൈ ഷെയർസ്. ലാഭത്തിനെ ഓഹരികളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക, അത്രേ ഉള്ളൂ. സാധാരണ ഒരു ഷെയറിന് എത്ര രൂപ അല്ലെങ്കിൽ പൈസ എന്ന രീതിയിലാണ് ഉത്തരം കിട്ടുക. ശരി. പക്ഷേ ഇവിടെ ഈ ഏർണിംഗ്സ് എന്ന് പറയുന്നത്, അത് ശ്രദ്ധിക്കണം, കമ്പനിയുടെ മൊത്തം ലാഭമല്ല അത്. അതെന്താണ് വ്യത്യാസം? അതായത് ഗ്രൂപ്പിന്റെ ടാക്സ് കൊടുത്തതിനു ശേഷമുള്ള ലാഭമുണ്ടാവുമല്ലോ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതിൽ നിന്ന് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിന്റെ ഭാഗം മാറ്റണം. പിന്നെ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഡിവിഡൻഡും കുറയ്ക്കണം. ബാക്കി വരുന്നതാണ് സാധാരണ ഓഹരി ഉടമകൾക്ക് അവകാശപ്പെട്ട ലാഭം. അതാണ് ഏർണിംഗ്സ്. ഓക്കെ, അത് വ്യക്തമായി. ഇനി ഡിനോമിനേറ്ററിലെ ഷെയർസോ, അത് ആകെ ഓഹരികളുടെ എണ്ണമാണോ? അല്ല, അവിടെയാണ് ഈ വെയ്റ്റഡ് ആവറേജ് എന്ന ആശയം വരുന്നത്. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ്, അതായത് ആ കാലയളവിൽ നിലവിലുണ്ടായിരുന്ന ഓഹരികളുടെ ഒരു ശരാശരി എണ്ണം. വെയ്റ്റഡ് ആവറേജ്. അപ്പോ ഒരു കമ്പനി വർഷത്തിന്റെ പകുതിക്ക് വെച്ച് കുറച്ച് പുതിയ ഷെയറുകൾ ഇറക്കിയാൽ അവരെ മുഴുവൻ വർഷത്തേക്ക് കണക്കാക്കില്ല, അല്ലേ? ഇല്ല, കറക്റ്റാണ്. അതിനെ ടൈം അപ്പോർഷൻ ചെയ്യണം. അതായത് പുതിയ ഓഹരികൾ എന്നു മുതലാണോ നിലവിൽ വന്നത്, അന്നു മുതൽ വർഷാവസാനം വരെയുള്ള കാലയളവിലേക്ക് മാത്രമേ ആ ഓഹരികളെ ഈ ശരാശരി കണക്കാക്കുമ്പോൾ പരിഗണിക്കൂ. നമ്മുടെ കയ്യിലുള്ള ആ ടെക്സ്റ്റ് ബുക്കിലെ 1-ാമത്തെ ഉദാഹരണം നോക്കിയാൽ മതി. അവിടെ ജൂലൈ 1-നാണ് പുതിയ ഷെയർ വരുന്നത്. അപ്പോൾ ആദ്യത്തെ 6 മാസം പഴയ എണ്ണവും പിന്നത്തെ 6 മാസം കൂടിയ എണ്ണവും വെച്ചാണ് ശരാശരി കാണുന്നത്. ശരി. അപ്പോൾ അത് ഓഹരികൾ നിലവിലുണ്ടായിരുന്ന സമയം വച്ച് വെയിറ്റ് ചെയ്യുന്നു. അതെ, കൃത്യമായി. ഓക്കെ. ഇനി അടുത്തൊരു പ്രധാന കാര്യം, ബോണസ് ഇഷ്യൂ. ഇതിന് സ്ക്രിപ്റ്റ് ഇഷ്യൂ എന്നും പറയാറുണ്ടല്ലോ. ഇവിടെ കമ്പനിക്ക് പുതുതായി കാശൊന്നും കിട്ടുന്നില്ല, അല്ലേ? ഇല്ല, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ബോണസ് ഇഷ്യൂവിൽ കമ്പനിക്ക് ഫ്രഷ് ഫണ്ട്സ് ഒന്നും വരുന്നില്ല. കമ്പനിയുടെ റിസർവ്സിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് അതിനെ ഷെയർ ക്യാപിറ്റലാക്കി മാറ്റുന്നു. എന്നിട്ട് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കയ്യിലുള്ള ഷെയറിന്റെ എണ്ണത്തിന് ആനുപാതികമായിട്ട് സൗജന്യമായിട്ട് പുതിയ ഷെയറുകൾ കൊടുക്കുന്നു. അത്രയുള്ളൂ. ഇതിലെ പ്രധാന പോയിന്റ് ഷെയർ ഹോൾഡറുടെ ഓണർഷിപ്പ് പെർസെന്റേജ് മാറുന്നില്ല എന്നതാണല്ലേ? അതെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്.
5% ഷെയറുള്ളയാൾക്ക് ബോണസ് കിട്ടിയാലും 5% തന്നെ ആയിരിക്കും ഓണർഷിപ്പ്. കയ്യിലുള്ള ഷെയറിന്റെ എണ്ണം കൂടുമെന്ന് മാത്രം. അപ്പോ കാശ് വരാതെ ഷെയറിന്റെ എണ്ണം മാത്രം കൂടുന്നു. ഇത് EPSന് എങ്ങനെയാണ് ബാധിക്കുക? ഡിനോമിനേറ്റർ കൂടുകയല്ലേ? അതെ, ഡിനോമിനേറ്റർ കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും EPS കുറയും. പക്ഷെ ഇവിടെ IAS 33 ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. എന്താണത്? ബോണസ് ഇഷ്യൂ നടക്കുമ്പോൾ കാശൊന്നും വരാത്തതുകൊണ്ട് ആ പുതിയ ഷെയറുകൾ വർഷത്തിന്റെ തുടക്കം മുതലേക്കേ നിലവിലുണ്ടായിരുന്നു എന്ന് നമ്മൾ കണക്കാക്കണം. ഒരു റെട്രോസ്പെക്റ്റീവ് അഡ്ജസ്റ്റ്മെന്റ്. ഓ, അപ്പോൾ വർഷം മുഴുവനും ആ ബോണസ് ഷെയറുകൾ ഉണ്ടായിരുന്നു എന്ന് കരുതണം. അതെ, നിലവിലുള്ള വർഷത്തെ വെയ്റ്റഡ് ആവറേജ് കണക്കാക്കുമ്പോൾ ഈ ബോണസ് ഘടകം തുടക്കം മുതലേ പരിഗണിക്കണം. അതുമാത്രമല്ല, എന്താ? മുൻ വർഷത്തെ EPS നമ്മൾ താരതമ്യത്തിന് കൊടുക്കുമല്ലോ. കൊടുക്കും. മുൻ വർഷത്തെ EPSഉം ഈ ബോണസ് ഇഷ്യൂവിനനുസരിച്ച് റീസ്റ്റേറ്റ് ചെയ്യണം. അതായത് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത അതേ ഫിഗർ ആയിരിക്കില്ല ഇത്തവണ കമ്പാരിസണിൽ കാണിക്കുക. അതിന് ഈ ബോണസ് എലമെന്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കേ, കാരണം ഷെയറിന്റെ എണ്ണം കൂടിയതിനാനുപാതികമായി പഴയ EPSനെയും കുറയ്ക്കണം. അതെ, അപ്പോഴേ ആ താരതമ്യം അർത്ഥവത്താകൂ. നമ്മുടെ സോഴ്സിലെ രണ്ടാം ഉദാഹരണത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. 2007ലെ EPSന് റീസ്റ്റേറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. മുൻവർഷത്തെ കണക്ക് പോലും മാറുന്നു. ഇനി അടുത്തത് റൈറ്റ്സ് ഇഷ്യൂ. ഇതാണ് എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. എന്താണ് സംശയം? ഇവിടെ കമ്പനിക്ക് കാശ് കിട്ടുന്നുണ്ടല്ലോ. ഉണ്ട്. പക്ഷേ ഷെയർ കൊടുക്കുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കും. അപ്പോൾ ഇത് ഫുൾ പ്രൈസ് ഇഷ്യൂ പോലെയുമല്ല, ബോണസ് പോലെയുമല്ല, രണ്ടും കൂടി ഒന്നാണോ? കറക്റ്റ്. താങ്കൾ പറഞ്ഞതാണ് ശരി. റൈറ്റ്സ് ഇഷ്യൂ ഒരു ഹൈബ്രിഡാണ്. കമ്പനിക്ക് കാശ് കിട്ടുന്നുണ്ട്, കാരണം ഷെയർ ഹോൾഡേഴ്സ് പണം കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. പക്ഷെ കൊടുക്കുന്നത് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ്. അപ്പോൾ IAS 33 പറയുന്നത് ഇതിനെ രണ്ടായിട്ട് കാണാനാണ്. ഒരു ഭാഗം പണം കിട്ടുന്ന ഭാഗം അത് ഫുൾ പ്രൈസിൽ ഇഷ്യൂ ചെയ്ത പോലെയും, മറ്റേ ഭാഗം അതായത് വില കുറച്ചുകൊടുത്ത ആ ഡിസ്കൗണ്ട് അതൊരു ബോണസ് എലമെന്റ് പോലെയും. ഓക്കെ, അപ്പോൾ ഇതിന്റെ EPS കാൽക്കുലേഷൻ കുറച്ചുകൂടി സ്റ്റെപ്പുകൾ ഉണ്ടാവും. ബോണസിനേക്കാൾ കുറച്ചുകൂടി സ്റ്റെപ്പുകളുണ്ട്. അതിനൊരു 4 ഘട്ടങ്ങളുള്ള ഒരു പ്രോസസ്സാണ് സാധാരണയായിട്ട് ഫോളോ ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ തിയറിറ്റിക്കൽ എക്സ് റൈറ്റ്സ് പ്രൈസ് അഥവാ TERP കണ്ടുപിടിക്കണം. TERP അതെന്താണ്? റൈറ്റ്സ് ഇഷ്യൂ കഴിഞ്ഞാൽ സൈദ്ധാന്തികമായി ഒരു ഷെയറിന് എന്ത് വില വരും എന്നതാണ് TERP. ഇത് കണ്ടുപിടിച്ചാലേ ആ ബോണസ് എലമെന്റ്, അതായത് എത്രത്തോളം ഫ്രീ ആയിട്ട് കൊടുത്തു എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ശരി. രണ്ടാമത്തെ സ്റ്റെപ്പോ? രണ്ടാമത് ബോണസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. ഇത് സിമ്പിളാണ്. റൈറ്റ്സിന് തൊട്ടു മുൻപുള്ള മാർക്കറ്റ് വിലയെ ഈ TERP കൊണ്ട് ഹരിച്ചാൽ മതി. ഈ ഫ്രാക്ഷനാണ് ആ ബോണസ് എലമെന്റിനെ കാണിക്കുന്നത്. ഓക്കെ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനം. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് കാണുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം. റൈറ്റ്സ് ഇഷ്യൂ നടക്കുന്ന ഡേറ്റ് വരെയുള്ള ഷെയറുകളുടെ എണ്ണത്തിനെ വർഷത്തിന്റെ തുടക്കം മുതൽ ആ ഡേറ്റ് വരെ ഈ ബോണസ് ഫ്രാക്ഷൻ വെച്ച് ഗുണിക്കണം. റൈറ്റ്സ് ഇഷ്യൂവിന് ശേഷമുള്ള മൊത്തം ഷെയറുകളുടെ എണ്ണത്തിനെ ബാക്കിയുള്ള കാലയളവിലേക്കും ടൈം ഒപ്പോഷൻ ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടണം. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതെ. നാലാമത്തെ സ്റ്റെപ്പ് പിന്നെ എളുപ്പമാണ്. സാധാരണ പോലെ ലാഭത്തിനെ ഈ കിട്ടിയ പുതിയ വെയ്റ്റഡ് ആവറേജ് ഷെയർ നമ്പർ വെച്ച് ഹരിക്കുക. അപ്പോൾ EPS കിട്ടും. ഇവിടെയും മുൻവർഷത്തെ EPS റീസ്റ്റേറ്റ് ചെയ്യേണ്ടി വരുമോ? വരും. ബോണസ് ഇഷ്യൂവിൽ എന്ന പോലെ ഇവിടെയും മുൻ വർഷത്തെ കമ്പാരറ്റീവ് EPSനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് ആ പഴയ EPSനെ ബോണസ് ഫ്രാക്ഷന്റെ തിരിച്ചുള്ളതുകൊണ്ട് ഇൻവേഴ്സ്, അതായത് TRP മാർക്കറ്റ് പ്രൈസ് കൊണ്ട് ഗുണിക്കണം. ഈ കണക്കുകൂട്ടലുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, വെറുതെ 2 EPS ഫിഗർ എടുത്ത് താരതമ്യം ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ലെന്ന്. ആ ഫിഗറിലേക്ക് എങ്ങനെ എത്തിയതുകൂടി അറിയണം. അതെ, അത് വളരെ ശരിയാണ്. അതാണ് ഇതിലെ പ്രധാന കാര്യം. ഈ നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു ബേസിസ് ഉണ്ടാവുന്നത്. എന്നാലും ഈ കാൽക്കുലേഷൻ അറിയാതെ വെറുതെ EPS നോക്കുന്നത് ശരിയാവില്ല. നമ്മുടെ സോഴ്സിലെ 4ാമത്തെ ഉദാഹരണം ഇത് വിശദീകരിക്കുന്നുണ്ട്. ശരി. അപ്പോൾ നമ്മൾ ബേസിക് EPSും അതിലെ പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റുകളും കണ്ടു. ഇനി അടുത്തതിലേക്ക് പോവാം. ഡൈല്യൂട്ടഡ് EPS, DEPS. എന്തിനാണ് ഈ DEPS? ബേസിക് EPS പോരെ? ചിലപ്പോ കമ്പനികൾക്ക്
എന്താ പറയാ, ഭാവിയിൽ സാധാരണ ഓഹരികളായി മാറാൻ സാധ്യതയുള്ള ചില ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. ഉദാഹരണത്തിന് കൺവേർട്ടബിൾ ബോണ്ടുകൾ, അതായത് പിന്നീട് ഷെയറാക്കി മാറ്റാവുന്ന കടപ്പത്രങ്ങൾ, അല്ലെങ്കിൽ ഷെയർ ഓപ്ഷനുകൾ, വാറന്റുകൾ. ഇതൊക്കെ IAS 33 ഇവയെ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയറുകൾ എന്ന് വിളിക്കും. പൊട്ടൻഷ്യൽ ഷെയറുകൾ, അതായത് ഭാവിയിൽ ഷെയർ അയക്കാവുന്നവ. അതെ. അപ്പോൾ ഇവയൊക്കെ ഭാവിയിൽ ഷെയറായി മാറിയാൽ എന്ത് സംഭവിക്കും? ടോട്ടൽ ഷെയറുകളുടെ എണ്ണം കൂടും, അല്ലേ? കൂടും. പക്ഷെ ലാഭം അതേ അനുപാതത്തിൽ കൂടണമെന്നില്ല. അപ്പോൾ നിലവിലുള്ള ഓരോ ഷെയറിനും കിട്ടുന്ന ലാഭവിഹിതം, അതായത് EPS, അത് കുറയാൻ സാധ്യതയുണ്ട്. ഈ കുറയുന്നതിനെയാണ് ഡൈലൂഷൻ എന്ന് പറയുന്നത്. ഡൈലൂഷൻ, ഓക്കെ. അപ്പോ ഈ പൊട്ടൻഷ്യൽ ഷെയറുകൾ കാരണം ഭാവിയിൽ EPS എത്രത്തോളം കുറയാം അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആകാം എന്ന നിക്ഷേപകർക്കൊരു സൂചന കൊടുക്കാനാണ് ഈ ഡൈല്യൂട്ടഡ് EPS അഥവാ DEPS കണക്കാക്കുന്നത്. ഇതൊരു വാട്ട് ഇഫ് സിനാരിയോ ആണ്. ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക്. അതെ. IAS 33 പറയുന്നത് ഇങ്ങനെ ഡൈല്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഡൈല്യൂട്ടീവ് പൊട്ടൻഷ്യൽ ഷെയറുകൾ ഉണ്ടെങ്കിൽ ബേസിക് EPSന്റെ കൂടെ DEPS കൂടി റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. ഓക്കെ. അപ്പോ ഈ വാട്ട് ഇഫ് കണക്കുകൂട്ടൽ എങ്ങനെയാണ്? ബേസിക് EPSൽ നിന്ന് എന്ത് മാറ്റമാണ് വരുന്നത്? നമ്മൾ സങ്കൽപ്പിക്കുകയാണ് ഈ ഡൈല്യൂഷൻ ഉണ്ടാക്കുന്ന എല്ലാ പൊട്ടൻഷ്യൽ ഷെയറുകളും ഒന്നുകിൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ അവ ഇഷ്യൂ ചെയ്ത ഡേറ്റിൽ ഏതാണോ ലേറ്റ് ഷെയറായി മാറി എന്ന് കരുതുന്നു. അങ്ങനെ കരുതുമ്പോൾ ബേസിക് EPSന്റെ ഫോർമുലയിലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മാറ്റങ്ങൾ വരും. രണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം. ശരി, നമുക്ക് ഓരോന്നായി നോക്കാം. ഈ കൺവേർട്ടബിൾ ഇൻസ്ട്രുമെന്റ്സ്, കടപ്പത്രങ്ങളോ പ്രിഫറൻസ് ഷെയറുകളോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ്? ഓക്കെ. കൺവേർട്ടബിൾ കടപ്പത്രം ഷെയറായി മാറിയെന്ന് നമ്മൾ സങ്കൽപ്പിച്ചാൽ കമ്പനിക്ക് ആ കടപ്പത്രത്തിന്റെ പലിശ കൊടുക്കേണ്ടി വരില്ലല്ലോ. ഇല്ല, ലാഭിക്കാം. ലാഭിക്കുന്ന പലിശ, അതിന്റെ ടാക്സ് കഴിച്ചുള്ള തുക, പോസ്റ്റ് ടാക്സ് ഇൻട്രസ്റ്റ്, അത് നമ്മൾ ബേസിക് EPSലെ ഏണിങ്സിനോട് കൂട്ടണം. ന്യൂമറേറ്റർ കൂടും. ശരി. അതുപോലെ ഈ കടപ്പത്രം ഷെയറായി മാറുമ്പോൾ എത്ര പുതിയ ഷെയറുകൾ ഉണ്ടാകുമോ ആ എണ്ണം ബേസിക് EPSലെ വെയ്റ്റഡ് ആവറേജ് ഷെയർസിനോട് കൂട്ടണം. ഡിനോമിനേറ്ററും കൂടും. ഓക്കെ. അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാറും. അതെ. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ പലിശയ്ക്ക് പകരം പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിരിക്കും ലാഭിക്കുക. അത് ഏണിങ്സിനോട് കൂട്ടണം. പുതിയ ഷെയറുകൾ ഷെയർസിനോടും കൂട്ടണം. നമ്മുടെ സോഴ്സിലെ 5ാം ഉദാഹരണത്തിൽ കൺവേർട്ടബിൾ ലോൺ നോട്ടിന്റെ കണക്ക് കാണിക്കുന്നുണ്ട്. മനസ്സിലായി. ഇനി മറ്റേ വിഭാഗം, ഓപ്ഷനുകളും വാറന്റുകളും. അവിടെ ആളുകൾ ഷെയർ വാങ്ങുമ്പോൾ കാശ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പ അവിടെയും ഏണിങ്സ് മാറുമോ? ഇല്ല. ഓപ്ഷൻസിലും വാറന്റുകളിലും ഏണിങ്സിൽ സാധാരണയായി മാറ്റം വരില്ല. കാരണം അവിടെ പലിശയോ ഡിവിഡൻഡോ ലാഭിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് DEPS കണക്കാക്കുക? അവിടെ നമ്മൾ നോക്കുന്നത് ഡിനോമിനേറ്ററിലെ ഷെയർസിനെയാണ്. ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാശ്, പ്രൊസീഡ്സ് ഉണ്ടല്ലോ. IAS 33 പറയുന്നത് ആ കിട്ടുന്ന കാശ് ഉപയോഗിച്ച് കമ്പനിക്ക് അന്നത്തെ ശരാശരി മാർക്കറ്റ് വിലയ്ക്ക് ആവറേജ് മാർക്കറ്റ് പ്രൈസ് എത്ര ഷെയറുകൾ തിരികെ വാങ്ങാമായിരുന്നു എന്ന് കണക്കാക്കാനാണ്. എന്തിന്? കാരണം ഓപ്ഷൻ വഴി ഇഷ്യൂ ചെയ്ത ഷെയറുകളും ഇങ്ങനെ തിരികെ വാങ്ങാമായിരുന്ന ഷെയറുകളും തമ്മിലൊരു വ്യത്യാസമുണ്ടാകും. ഓപ്ഷൻ എക്സസൈസ് പ്രൈസ് സാധാരണ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ കമ്പനി കുറച്ച് ഷെയറുകൾ ഫ്രീ ആയി കൊടുത്ത പോലെയാണ്. ആ ഫ്രീ ഷെയറുകളുടെ എണ്ണമാണോ DEPSൽ കൂട്ടേണ്ടത്? അതെ. ആ ബോണസ് എലമെന്റ് അഥവാ ഫ്രീ ഷെയറുകളുടെ എണ്ണം മാത്രം DEPS കാൽക്കുലേഷനിലെ ഡിനോമിനേറ്ററിലെ ഷെയർസിനോട് കൂട്ടിയാൽ മതി. ഏർണിംഗ്സിൽ മാറ്റമില്ല. സോഴ്സിലെ 6ാം ഉദാഹരണം ഈ ഫ്രീ ഷെയർ കണ്ടുപിടിച്ച് DEPS കാണിക്കുന്നത് വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ബേസിക് EPS, DEPS, അതിൻ്റെയൊക്കെ കാൽക്കുലേഷൻസിലെ ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വലിയ ചിത്രം നോക്കാം. ഒരു കമ്പനിയെ വിലയിരുത്തുമ്പോൾ ഈ EPSന്റെ പ്രാധാന്യം, അതുപോലെ പരിമിതികൾ എന്തൊക്കെയാണ്? തീർച്ചയായും EPS ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ PE റേഷ്യോ എന്നൊക്കെ കേൾക്കാറില്ലേ, പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ. കേൾക്കാറുണ്ട്. അത് കണക്കാക്കുന്നത് ഓഹരിയുടെ മാർക്കറ്റ് വിലയെ EPS കൊണ്ട് ഹരിച്ചിട്ടാണ്. അപ്പോൾ അതിനൊക്കെ EPS വേണം. കമ്പനിയുടെ വില അതിന്റെ വരുമാനവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാൻ ഇത് സഹായിക്കും. പക്ഷേ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു വർഷത്തെ EPS മാത്രം നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അതിനേക്കാൾ പ്രധാനം വർഷങ്ങളായിട്ടുള്ളതിന്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കുന്നതാണ്.
EPS കൂടുകയാണോ കുറയുകയാണോ അതോ സ്റ്റേബിൾ ആണോ? ആ ട്രെൻഡാണ് ലാഭക്ഷമതയെക്കുറിച്ച് കൂടുതൽ നല്ലൊരു ഐഡിയ തരുന്നത്. ശരിയാണ്. ഒറ്റപ്പെട്ട സംഖ്യയേക്കാൾ ആ പ്രവണതയ്ക്കാണ് പ്രാധാന്യം. ഇനി പരിമിതികളോ? EPS മാത്രം നോക്കുന്നതിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് പരിമിതികളുണ്ട്. അത് മനസ്സിലാക്കണം. 1. പണപ്പെരുപ്പം. ഇൻഫ്ലേഷൻ കാരണം ചിലപ്പോൾ ലാഭം കൂടാം, EPS കൂടാം. പക്ഷെ അത് കമ്പനിയുടെ മിടുക്കുകൊണ്ടാകണമെന്നില്ല. 2. പുതിയ ഷെയറുകൾ കാശിനു വേണ്ടി ഇറക്കുമ്പോൾ ആ കാശ് ഉപയോഗിച്ച് ലാഭമുണ്ടാക്കാൻ സമയമെടുക്കും. പക്ഷേ ഷെയറുകളുടെ എണ്ണം ഉടനെ കൂടും. അപ്പോൾ താൽക്കാലികമായി EPS കുറഞ്ഞെന്ന് വരാം. ശരിയാണ്. 3. അക്കൗണ്ടിംഗ് രീതികൾ. ഓരോ കമ്പനിയും ചിലപ്പോൾ വ്യത്യസ്ത അക്കൗണ്ടിംഗ് പോളിസികൾ ഉപയോഗിക്കാം. ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നതിലോ പ്രൊവിഷൻസ് ഇടുന്നതിലോ ഒക്കെ വ്യത്യാസമുണ്ടാവാം. ഇത് ലാഭത്തെ ബാധിക്കും, EPSനെയും ബാധിക്കും. അപ്പോൾ താരതമ്യം ബുദ്ധിമുട്ടാവും. ഓക്കേ. 4. ക്യാപിറ്റൽ സ്ട്രക്ചർ. 2 കമ്പനിക്ക് ഒരേ ലാഭമാണെങ്കിലും ഒന്നിൽ ഒരുപാട് ഷെയറുകളും മറ്റേതിൽ കുറച്ച് ഷെയറുകളുമാണെങ്കിൽ EPS വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ EPS മാത്രം വെച്ച് താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. പിന്നെ ഏറ്റവും പ്രധാനം, ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫിഗറാണ്. കഴിഞ്ഞുപോയ കാലത്തെ കണക്കാണ്. ഭാവിയിലും ഇങ്ങനെയാവുമെന്ന് ഒരു ഉറപ്പുമില്ല. അതിന്റെ പ്രിഡിക്റ്റീവ് വാല്യൂ കുറവാണ്. ശരി. അപ്പോൾ ഈ പരിമിതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച DEPS, ഡൈല്യൂട്ടഡ് EPS, അതിനെന്തെങ്കിലും പ്രത്യേക പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ടോ? അതും ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗർ തന്നെയല്ലേ? ഉണ്ട്. DEPSനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ചും ബേസിക് EPSന്റെ കൂടെ വെച്ച് നോക്കുമ്പോൾ. അതൊരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ കാണിച്ചു തരുന്നു. എല്ലാ പൊട്ടൻഷ്യൽ ഷെയറും ഷെയറായി മാറിയിരുന്നെങ്കിൽ EPS എത്ര കുറയുമായിരുന്നു എന്ന്. ഒരു വാർണിംഗ് സൈൻ പോലെ. അതെ. 2. ട്രെൻഡ് അനാലിസിസിൽ ഇത് വളരെ പ്രധാനമാണ്. ഒരു കമ്പനിയുടെ ബേസിക് EPS കൂടുന്നു, പക്ഷേ DEPS വലിയ മാറ്റമില്ലാതെ നിൽക്കുകയോ കുറയുകയോ ആണെങ്കിൽ അതിനർത്ഥം ഡൈല്യൂഷൻ റിസ്ക് കൂടുന്നു എന്നാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. 3. ഇത് ഷെയർ ഹോൾഡേഴ്സിന് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു വരുമാന നഷ്ടത്തെക്കുറിച്ച് ഒരു ഐഡിയ കൊടുക്കുന്നു. പക്ഷെ ഓർക്കണം, DEPSഉം ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു ഹിസ്റ്റോറിക്കൽ പെർഫോമൻസിന്റെ ഒരു അഡീഷണൽ മെഷറാണ്. ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ നോക്കുന്നുണ്ടെങ്കിലും അതും ഒരു പരിധിവരെ പാസ്റ്റ് ഡേറ്റയെ ബേസ് ചെയ്തുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ EPS ഒരു പ്രധാന ടൂളാണ്. പക്ഷെ അത് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊരു വലിയ പസിലിന്റെ ഒരു കഷ്ണം മാത്രമാണ്. വളരെ ശരിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക് അവേ. ബേസിക് EPS, ഡൈല്യൂട്ടഡ് EPS അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു, അതിലെ അഡ്ജസ്റ്റ്മെന്റുകൾ, വർഷങ്ങളായുള്ള ട്രെൻഡ്, ഇതൊക്കെ നോക്കണം. അതോടൊപ്പം PE റേഷ്യോ, കമ്പനിയുടെ കടം, ക്യാഷ് ഫ്ലോ, ഇൻഡസ്ട്രിയിലെ സാഹചര്യം, മാനേജ്മെന്റ് ക്വാളിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പരിഗണിക്കുമ്പോഴാണ് നമുക്കൊരു കമ്പനിയെക്കുറിച്ച് നല്ലൊരു ധാരണ കിട്ടുന്നത്. വളരെ നന്നായി. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ നിർത്താം. പോകുന്നതിന് മുൻപ് കേൾക്കുന്നവർക്ക് ചിന്തിക്കാനൊരു ചോദ്യം. ഒരു കമ്പനിയുടെ ബേസിക് EPS എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതേസമയം അതിന്റെ ഡൈല്യൂട്ടഡ് EPS വലിയ മാറ്റമില്ലാതെ നിൽക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറയുകയോ ചെയ്യുന്നു. ഇതാ കമ്പനിയുടെ ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിലെ നിക്ഷേപ സാധ്യതയെക്കുറിച്ചോ നിങ്ങൾക്ക് എന്ത് സൂചനയായിരിക്കാം തരുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി.